ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാൻസ്മിഷൻ ലൈൻസിൻ്റെ മോഡലിംഗ് ആണ്. അപ്പോൾ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം നമ്മുടെ ജനറേറ്റിംഗ് സ്റ്റേഷൻസിൽ ഉള്ള പവർ നമുക്ക് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓവർ ഹെഡ് ലൈൻസ് ആൻഡ് കേബിൾസ് വെച്ചിട്ടാണ് ഇലക്ട്രിക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പം ഓവർ ഹെഡ് ലൈൻസ് എന്ന് പറയുന്നത് തന്നെ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? ഷോർട്ട് ലൈൻസ് ഉണ്ട്, മീഡിയം ലൈൻസ് ഉണ്ട്, ലോങ് ലൈൻസ് ഉണ്ട്. ഓക്കെ, ഷോർട്ട് ലൈൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും? ഒരു 80 കിലോമീറ്റർ ഒക്കെയുള്ള ലൈൻസ് ഷോർട്ടർ ദാൻ അബൌട്ട് 80 കിലോമീറ്ററിൻ്റെയും ചെറുതായിട്ടുള്ള ലൈൻസിനെ ആയിരിക്കും നമ്മൾ ഷോർട്ടർ ലൈൻസ് എന്ന് പറയുന്നത്. അതുപോലെ മീഡിയം ലൈൻസ് എങ്ങനെയായിരിക്കും? ഒരു 80 to 200 കിലോമീറ്റർ വരെ റേഞ്ച് വരുന്നതായിരിക്കും ഒരു മീഡിയം ലൈൻസ്. പിന്നെ ഉള്ളത് ലോങ് ലൈൻസ് എന്ന് പറയും. ലോങ് ലൈൻസ് എന്ന് പറയുന്നത് ഈ 200 കിലോമീറ്ററിന് എബോ ആയിട്ടുള്ളതാണ് ലോങ് ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻ എങ്ങനെ മോഡൽ ചെയ്യും എന്നുള്ളതാണ് ഇനി പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്കറിയാം ട്രാൻസ്മിഷൻ ലൈൻസിൽ എന്തൊക്കെ പാരാമീറ്റേഴ്സ് ഉണ്ടായിരിക്കും: റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ് ആൻഡ് കണ്ടക്റ്റൻസ്. ഓക്കെ, അപ്പോൾ ആ 4 പാരാമീറ്റേഴ്സാണ്. അപ്പോൾ ഫസ്റ്റ് എന്താണ്? സീരീസ് റെസിസ്റ്റൻസ്. ഓവർ ഹെഡ് ലൈനിൻ്റെ അതിനെപ്പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ ട്രാൻസ്മിഷൻ ലൈൻസിൽ എന്തൊക്കെയുണ്ട്? ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ 4 പാരാമീറ്റേഴ്സ്. ഏതൊക്കെയാണ്? സീരീസ് റെസിസ്റ്റൻസ് R എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ കണ്ടക്ടർ റെസിസ്റ്റിവിറ്റി. കണ്ടക്ടറിൻ്റെ റെസിസ്റ്റിവിറ്റി കാരണം ഉണ്ടാകുന്നതാണ് സീരീസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R. ദെൻ അടുത്തതെന്ന് പറയുന്നത് എന്താണ്? ഷണ്ട് കണ്ടക്റ്റൻസ് G. ആൻഡ് G ഡ്യൂ ടു ലീക്കേജ് കറണ്ട്സ് ബിറ്റ്വീൻ ഫേസസ് ആൻഡ് ഗ്രൗണ്ട്. ആ ഫേസസും ഗ്രൗണ്ടും തമ്മിലുള്ള ഒരു ലീക്കേജ് കറണ്ടിനെയാണ് ഷണ്ട് കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. ഷണ്ട് കണ്ടക്റ്റൻസ് എന്താണ്? ഷണ്ട് കണ്ടക്റ്റൻസ് റെപ്രസെൻറ്റ്സ് ലോസസ് ഡ്യൂ ടു ലീക്കേജ് കറണ്ട് അലോങ് ഇൻസുലേറ്റർ സ്ട്രിങ് ആൻഡ് കൊറോണ. നെക്സ്റ്റ് വരുന്നത് എന്താണ്? നെക്സ്റ്റ് വരുന്നത് സീരീസ് ഇൻഡക്റ്റൻസ് ആണ്. സീരീസ് ഇൻഡക്റ്റൻസ് എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് സറൗണ്ടിങ് ദ കണ്ടക്ടേഴ്സ്. അതായത് ആ കണ്ടക്ടേഴ്സിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അത് കാരണം ഉണ്ടാകുന്നതാണ് ഈ സീരീസ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സീരീസ് ഇൻഡക്റ്റൻസിൻ്റെ 3 ഫേസ് ലൈനിൽ ഇൻഡക്റ്റൻസ് പെർ ഫേസ് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? L ഈസ് ഈക്വൽ ടു 2 × 10⁻⁷ ln dq/ds എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ആ ds എന്ന് പറയുന്നത് എന്താണ്? ഒരു സെൽഫ് ജോമെട്രിക് മീൻ ഡിസ്റ്റൻസ് ആണ് ആ ds എന്ന് പറയുന്നത്. d ഇക്വലൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ ജോമെട്രിക് മീൻ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ് ഓഫ് 3 ഫേസ്. അപ്പോൾ dqൻ്റെ ഇക്വേഷൻ നമുക്കിവിടെ ഉണ്ട്. ഏതാണ്? dqൻ്റെ ഇക്വേഷൻ dq ഈസ് ഈക്വൽ ടു dab dbc dca റൈസ് ടു 1/3 ആണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ജോമെട്രിക് മീൻ ഓഫ് ഡിസ്റ്റൻസസ് ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ്. അതായത് 3 ഫേസിലുള്ള ആ കണ്ടക്ടേഴ്സിൻ്റെ ഡിസ്റ്റൻസിൻ്റെ ജോമെട്രിക് മീനാണ് d ഇക്വലൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ഇൻഡക്റ്റൻസ് പെർ ഫേസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനിലുള്ള DEQ എന്നുള്ളത്. ദെൻ നമുക്ക് അടുത്ത വരുന്ന പാരാമീറ്റർ എന്താണ്? ഷണ്ട് കപ്പാസിറ്റൻസ്. ഓക്കെ, ഷണ്ട് കപ്പാസിറ്റൻസ് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ്. കണ്ടക്ടേഴ്സിൻ്റെ ഉള്ള ഇലക്ട്രിക് ഫീൽഡ്, ബിറ്റ്വീൻ കണ്ടക്ടേഴ്സിൻ്റെ ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാരണം ഉണ്ടാകുന്നതാണ് ഷണ്ട് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഷണ്ട് കപ്പാസിറ്റൻസ് 3, അതും 3 ഫേസ് ലൈനിൽ കപ്പാസിറ്റൻസ്, ഈച്ച് ഫേസിലുള്ള കപ്പാസിറ്റൻസ് എന്തുവരും? C ഈസ് ഈക്വൽ ടു 2πk/ln DEQ/R എന്ന് പറയാം. R എന്ന് പറയുന്നത് ആ റേഡിയസ് ഓഫ് കണ്ടക്ടർ ആയിരിക്കും. R എന്ന് പറയുന്നത് DEQ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഫേസിൻ്റെ ജോമെട്രിക് മീൻ, ഡിസ്റ്റൻസിൻ്റെ ജോമെട്രിക് മീൻ ആയിരിക്കും DEQ എന്ന് പറയുന്നത്. ഓക്കെ, K എന്ന് പറയുന്നത് എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് ഡയലക്ട്രിക് മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി. അതായത് കണ്ടക്ടേഴ്സ് ഇരിക്കുന്ന ആ സ്പേസ്, അതിൻ്റെ ഇടയിലുള്ള ആ സ്പേസ് ആണ് ഡയലക്ട്രിക് മീഡിയം. ആ ഡയലക്ട്രിക് മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയാണ് നമ്മുടെ K എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ട്രാൻസ്മിഷൻ ലൈൻസിനെ പറ്റിയിട്ട് ഉള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നതെന്ന് വെച്ചാൽ ലോഡ് മോഡലിംഗ് ആണ്. ഓക്കെ, ലോഡ് മോഡലിംഗ് എന്ന് പറയുമ്പോൾ ലോഡ് മോഡലിംഗ് നമുക്ക് ബ്രോഡ്ലി ക്ലാസിഫൈഡ് 2 കാറ്റഗറീസ്, 2 കാറ്റഗറീസ് ഉണ്ട്. ഒന്ന് സ്റ്റാറ്റിക് മോഡലും ഒന്ന് സ്റ്റാറ്റിക് മോഡലുണ്ട്, ദെൻ ഡൈനാമിക് മോഡലുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക് ലോഡ് മോഡൽ എന്ന് പറയുന്നത് ഇറ്റ് എക്സ്പ്രസസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ ലോഡ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ആസ് ആൽജിബ്രായിക് ഫംഗ്ഷൻ ഓഫ് ദ ബസ് വോൾട്ടേജ്, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ്. അതാണ് സ്റ്റാറ്റിക് ലോഡ് എന്ന്. ഇറ്റ് ഈസ് ദ ആൽജിബ്രായിക് ഫംഗ്ഷൻ ആണ്. അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിലുള്ള ആൽജിബ്രായിക് ഫംഗ്ഷൻ ഓഫ് ബസ് വോൾട്ടേജ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബസ് വോൾട്ടേജ്, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി. അതാണ് നമ്മുടെ എന്താണ്
സ്റ്റാറ്റിക് ലോഡ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെയുണ്ട്, ആക്റ്റീവ് പവർ കമ്പോണൻറ്റ് പി ഉണ്ട്, റിയാക്റ്റീവ് പവർ കമ്പോണൻറ്റ് ക്യൂ ഉണ്ട്. അത് രണ്ടും നമ്മൾ സെപ്പറേറ്റ്ലി കൺസിഡർ ചെയ്യുകയാണ്. അപ്പം ട്രഡീഷണലി ദ വോൾട്ടേജ് ഡിപ്പെൻഡൻസി ഓഫ് ലോഡ് ക്യാരക്ടറിസ്റ്റിക് ഹാസ് ബീൻ റെപ്രസെൻറ്റഡ് ബൈ എക്സ്പോണൻഷ്യൽ മോഡൽ. എക്സ്പോണൻഷ്യൽ മോഡൽ വെച്ചിട്ടായിരിക്കും ഈ വോൾട്ടേജ് ഡിപ്പെൻഡൻസി നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആണെങ്കിൽ എന്താണ്, പി എം ക്യൂ ഉണ്ട്. പി എന്ന് പറയുന്നത് എന്താണ്, ആക്റ്റീവ് കമ്പോണൻറ്റും ക്യൂ എന്ന് പറയുന്നത് റിയാക്റ്റീവ് കമ്പോണൻറ്റ്. അപ്പോൾ അത് രണ്ടും റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, P0 വി ബാർ റൈസ് ടു എ എന്നും പറഞ്ഞിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൽ വി ബാർ ഇട്ടേക്കുന്നത് നമ്മുടെ പെർ യൂണിറ്റ് വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ്. അതായത് വി ആക്ച്വൽ വാല്യൂ, V0 ഇനിഷ്യൽ വാല്യൂ അല്ലെങ്കിൽ ബേസ് വാല്യൂ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം പെർ യൂണിറ്റ് വാല്യൂ എന്താണ്, ആക്ച്വൽ വാല്യൂ ബൈ ബേസ് വാല്യൂ ആണ് പെർ യൂണിറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ആ താഴെ തന്നിരിക്കുന്ന വി ബാർ ഈസ് ഈക്വൽ ടു വി ബൈ V0 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷനിൽ വി എന്താണ്, ആക്ച്വൽ വാല്യൂ, ആൻഡ് V0 എന്ന് പറയുന്നത് ബേസ് വാല്യൂ അല്ലെങ്കിൽ ഇനിഷ്യൽ വാല്യൂ എന്ന് പറയാൻ പറ്റും. ഇതിനകത്ത് പി ആൻഡ് ക്യൂ എന്താണ്, ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് കമ്പോണൻറ്റ് ഓഫ് ദി ലോഡ് വെൻ വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ് ഈസ് വി. അതായത് അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ് വി എന്ന് പറയുന്ന വോൾട്ടേജ് ഉള്ള ആ ഇൻസ്റ്റൻറ്റിലുള്ള ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് കമ്പോണൻറ്റ്സ് ആണ്. ഓക്കെ, and the subscript 0 identify the values of respective variables at initial operating condition. ഓരോ ഇനിഷ്യൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസിലുള്ള ആ വാല്യൂസിനെയാണ് ആ 0 വെച്ചിട്ട്, അതായത് P0, Q0, V0 എന്നൊക്കെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്ന ആ ഇനിഷ്യൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസിലുള്ള റെസ്പെക്റ്റീവ് വേരിയബിൾസിൻ്റെ വാല്യൂസാണ്. ഓക്കെ, ദെൻ ഇനി the parameters of these models are exponents a and b. അപ്പോൾ നമ്മൾ നേരത്തെ പിയുടെയും ക്യൂയുടെയും ഇതിൽ കണ്ടായിരുന്നു, P is equal to P0 into V bar raised to a-യും Q is equal to Q0 into V bar raised to b. അപ്പം പവർ എക്സ്പോണൻസ് ഓഫ് എ ആൻഡ് ബി ആയിട്ടാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം with these exponents equal to 0, 1 or 2, the model represents constant power, constant current or constant impedance characteristic representative. അപ്പോൾ ഇത് മോഡൽ എന്താണ്, കോൺസ്റ്റൻറ്റ് പവർ ആൻഡ് കോൺസ്റ്റൻറ്റ് കറണ്ട്, കോൺസ്റ്റൻറ്റ് ഇമ്പിഡൻസ് വാല്യൂ ആയിരിക്കും. പിന്നെ അടുത്തത് ദ എക്സ്പോണൻറ്റ് എ അല്ലെങ്കിൽ ഒരു ബി ഈസ് നിയർലി ഈക്വൽ ടു ദ സ്ലോപ്പ്. എക്സ്പോണൻറ്റ് എങ്ങനെയാണ്, സ്ലോപ്പ്, അതായത് ഡി പി ബൈ ഡി വി അല്ലെങ്കിൽ ഡി ക്യൂ ബൈ ഡി വി. ഇപ്പോൾ എ ആണെന്നുണ്ടെങ്കിൽ ഡി പി ബൈ ഡി വി, ബി ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഡി ക്യൂ ബൈ ഡി വി ആയിരിക്കും. അറ്റ് വി ഈസ് ഈക്വൽ ടു V0. വി എന്ന് പറയുന്നത് ഇനിഷ്യൽ കണ്ടീഷനിൽ വെച്ചിട്ടാണ് നമ്മൾ ആ എയുടെയും ബിയുടെയും വാല്യൂ എന്ന് പറയുന്നത് എടുക്കുന്നത്. ഓക്കെ, ഫോർ കോമ്പോസിറ്റ് സിസ്റ്റം ലോഡ്സ് the exponent a usually ranges between 0.5 and 1.8. The exponent b is typically 1.5 to 6. A significant characteristic of the exponent b is that it varies a non-linear function of voltage. അപ്പോൾ അതിൻ്റെ എ ആൻഡ് ബിയുടെ വാല്യൂസിൻ്റെ വേരിയേഷനാണ് നമുക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താണ്, an alternative model which has been widely used to represent the voltage dependency. ഇതാണ് നമ്മുടെ വോൾട്ടേജ് ഡിപ്പെൻഡൻസിയുടെ ഒരു അൾട്ടർനേറ്റീവ് മോഡൽ എന്ന് പറയുന്നത്. അതും പി ക്യൂ എന്ന് പറയുന്നത് എന്താണ്, ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് കമ്പോണൻസ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ, അതായത് ഈ ഇക്വേഷനാണ് എന്തെന്ന് പറയുന്നത്, പോളിനോമിയൽ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ P is equal to P0 ഇൻറ്റു ഒരു അതിൻ്റെ തന്നെ രണ്ട് കമ്പോണൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്, P1 ആൻഡ് P2 ആയിട്ട്, P1, P2, P3 ആയിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, P1 വന്നപ്പോൾ V ബാർ സ്ക്വയർ, P2 വന്നപ്പോൾ V ബാർ, P3യിൽ V ബാറിൻ്റെ ടേം ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ക്യൂ റിയാക്റ്റീവ് പവർ കമ്പോണൻറ്റും അതുപോലെ തന്നെ ഇട്ടുണ്ട്. അപ്പോൾ ഈ മോഡലിനെ എന്തെന്ന് പറയാൻ പറ്റും, ഈസ് കോമൺലി റെഫർ ടു എ സിപ്പ് മോഡൽ. അതായത് ഇതിനെ പോളിനോമിയൽ മോഡൽ അല്ലെങ്കിൽ സിപ്പ് മോഡൽ എന്നാണ് പറയുന്നത്. ഓക്കെ, as it is composed of constant impedance Z, constant current I and constant power P. The parameters of the model are coefficients P1 to P3 and Q1 to Q3 which define the proportion of each component. അതായത് ഇതിനകത്ത് നമ്മൾ പാരാമീറ്റേഴ്സ് കണ്ടു, P1 തൊട്ട് P3 വരെ ഉണ്ട്, Q1 തൊട്ട് Q3 വരെ ഉണ്ട്. അതെന്ന് പറയുന്നത് എന്താണ്, ആ ഓരോ കമ്പോണൻറ്റിനെയും ഒരു പ്രൊപ്പോർഷനായിട്ടാണ്. ഓക്കെ, അതുപോലെ എന്താണ് ഇതുകൊണ്ട് ഇതെന്ന് പറയുന്നത്, ദ ഫ്രീക്വൻസി ഡിപ്പെൻഡൻസി ഓഫ് ലോഡ് ക്യാരക്ടറിസ്റ്റിക് ഈസ് യൂഷ്വലി റെപ്രസെൻറ്റഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദ എക്സ്പോണൻഷ്യൽ മോഡൽ ഓർ പോളിനോമിയൽ മോഡൽ ബൈ എ ഫാക്ടർ ആസ് ഫോളോസ്. അപ്പോൾ ഇതാണ് നമ്മൾ, അതായത് നേരത്തെ ആ ഫംഗ്ഷൻ്റെ കൂടെ നമ്മളെന്താണ് ഒരു ഫാക്ടറും കൂടെ ആഡ് ചെയ്തു, അതായത് ഫ്രീക്വൻസി ഡിപ്പെൻഡൻസി ഫാക്ടറും കൂടെ ആഡ് ചെയ്ത ഇക്വേഷനാണ് അത്. പിയുടെയും ക്യൂയുടെ ഇക്വേഷൻ P0 ഇൻറ്റു V ബാർ റൈസ് ടു A. അതിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്തു, ഒരു ഫ്രീക്വൻസി ഡിപ്പെൻഡൻസ് ഇക്വേഷനും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഇതാണ്
ഇതിനകത്ത് എന്താണ് ഡെൽറ്റ എഫ് എന്ന് പറയുന്നതാണ് ഫ്രീക്വൻസി ഡീവിയേഷൻ, അതായത് എഫ് മൈനസ് F0. ആൻഡ് കെ പി എഫ് എന്താണ് റേഞ്ചസ് ഫ്രം 0 to 3 ആൻഡ് കെ ക്യു എഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റേഞ്ചസ് ഫ്രം -2 to 0 ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ലോഡ് മോഡലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കേണ്ടത് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ മോഡലിംഗ് ആണ്. മോഡലിംഗ് ഓഫ് ഇൻഡക്ഷൻ മോട്ടർ. നേരത്തെ നമ്മൾ സിങ്ക്രണസ് മോട്ടറിൻ്റെ മോഡലിംഗ് പഠിച്ചു. ഇനി നമുക്ക് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ മോഡലിംഗ് പഠിക്കണം. ഇൻഡക്ഷൻ മെഷീൻ്റെ മോഡലിംഗ് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ്, നമുക്ക് സിങ്ക്രണസ് മെഷീൻ മോഡലിംഗ് പോലെ അത്രയ്ക്ക് ഡിഫിക്കൾട്ട് അല്ല. കാരണം ഇൻഡക്ഷൻ മോട്ടർ മോഡലിംഗിൽ റോട്ടറിന് എന്താണ് ഒരു സിമ്മട്രിക്കൽ സ്ട്രക്ചറാണ്. ഓക്കെ, റോട്ടറിന് സിമ്മട്രിക്കൽ സ്ട്രക്ചറാണ്. അതുകൊണ്ട് തന്നെ ഡി ആൻഡ് ക്യൂ ഇക്വലൻറ്റ് സർക്യൂട്ട്സ് എന്താണ് ഐഡൻറ്റിക്കൽ ആയിരിക്കും. രണ്ടും സിമ്മട്രിക് ആണ്. അതുകൊണ്ട് രണ്ടും ഡി ക്യൂ എന്ന് പറയുന്നത് ഐഡൻറ്റിക്കൽ ആയിരിക്കും. അതുപോലെ the rotor speed is not fixed but varies with load. This has an impact on selection of DQ reference frame. റോട്ടറിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഫിക്സഡ് അല്ല, അത് ലോഡിനനുസരിച്ച് വേരി ചെയ്യും. അപ്പോൾ അത് നമ്മുടെ DQൻ്റെ ഇതിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. പിന്നെ there is no excitation source applied to the rotor winding. Consequently the dynamics of rotor circuit are determined by slip rather than excitation control. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എക്സൈറ്റേഷൻ സോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഡൈനാമിക്സ് നമ്മൾ സ്ലിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ റോട്ടർ സർക്യൂട്ട്സ് ഡൈനാമിക്സ് ഒക്കെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, the current induced in the shorted rotor windings produce a field with the same number of poles as that produced by the stator winding. Rotor windings may therefore be modeled by an equivalent three-phase winding. ഈ സ്റ്റേറ്റർ വൈൻഡിങ്ങിൻ്റെ അതുപോലെ തന്നെ സെയിം നമ്പർ ഓഫ് പോൾസ് ആൻഡ് അത് വെച്ചിട്ട് തന്നെ ആയിരിക്കും റോട്ടർ വൈൻഡിങ്ങിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ഒരു ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അതിനെന്ത് ചെയ്യേണ്ടത്, നമ്മൾ സ്റ്റേറ്ററിനെ പോലെ തന്നെ ഒരു 3-phase വൈൻഡിങ് ആയിട്ട് നമ്മൾ അതിനെ മോഡൽ ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ എന്താണിത് സ്റ്റേറ്റർ സർക്യൂട്ട്. ഇനി അതിൻ്റെ നമ്മൾ ബേസിക് ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റേറ്ററിൻ്റെയും റോട്ടറിൻ്റെയും കാര്യങ്ങൾ പറയുകയാണ്, ഫേസിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ. സ്റ്റേറ്റർ സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് 3-phase വൈൻഡിങ് എ, ബി ആൻഡ് സി ഡിസ്ട്രിബ്യൂട്ടഡ് 120 degree എപ്പാർട്ട് ഇൻ സ്പേസ്. അപ്പോൾ അത് നമുക്ക് ഓൾറെഡി അറിയാം, 120 ഡിഗ്രിയിലായിട്ടാണ് എ, ബി, സി ഫേസ് ഉള്ളത്. ദെൻ റോട്ടർ സർക്യൂട്ട് എന്ന് പറയുന്നത് ഹാസ് 3 ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്, ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി ആൻഡ് ക്യാപിറ്റൽ സി. അപ്പോൾ രണ്ടും എ, ബി, സി ആണ്. ഒന്ന് സ്മോൾ ലെറ്റേഴ്സ് വെച്ചിട്ടും ഒന്ന് ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടുമാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. The stator and rotor phases may be star or delta connected. ഒന്നി സ്റ്റാർ ആവാം അല്ലെങ്കിൽ ഡെൽറ്റ കണക്റ്റഡ് ആവാം. ഓക്കെ, അപ്പം ഇൻ ദ കേസ് ഇപ്പോൾ നമ്മൾ സ്ക്വിറൽ കേജ് റോട്ടറിൻ്റെ കേസസിലാണെങ്കിൽ എന്താണ് റോട്ടർ വോൾട്ടേജസ് VA, VB, VC എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നമുക്ക് ഇത് നോക്കാം, സർക്യൂട്ട് നോക്കി. ഇതാണ് നമ്മൾ മറ്റേ സിങ്ക്രണസ് മെഷീനിൽ പഠിച്ച പോലെ തന്നെ ഇതാണ് നമ്മുടെ റോട്ടറിലെ ഡയഗ്രാം എന്ന് പറയുന്നത്, റോട്ടർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് സ്റ്റേറ്റർ കാണാം, ഇവിടെ റോട്ടർ കാണാം. റോട്ടറും അതുപോലെ തന്നെയാണ് എ, ബി, സി എന്ന് പറയുന്ന ഫേസസ് ആയിട്ടാണ്, സ്റ്റേറ്ററിലും എ, ബി, സി ഫേസസ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, ദ ആംഗിൾ തീറ്റ ഈസ് ഡിഫൈൻഡ് ആസ് ദ ആംഗിൾ ബൈ വിച്ച് axis of phase A rotor winding leads the axis of phase A stator winding in the direction of rotation. അതായത് ഇതെന്താണ് നമ്മുടെ സ്റ്റേറ്ററിൻ്റെ എ ആക്സിസ് ആണ്, ഇതെന്താണ് നമ്മുടെ റോട്ടറിൻ്റെ എ ആക്സിസ്. അപ്പോൾ സ്റ്റേറ്ററിൻ്റെ എ ആക്സിസിൽ നിന്നും റോട്ടറിൻ്റെ എ ആക്സിസ് ലീഡ് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. അതിൻ്റെ സ്പീഡ് ഓഫ് റൊട്ടേഷൻ എത്രയാണ്, റോട്ടറിൻ്റെ റൊട്ടേഷൻ ഇത് എത്രയാണ്, ഒമേഗ ആർ. ഓക്കെ, ഒമേഗ ആർ ആണ് റോട്ടറിൻ്റെ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നതാണ് ഈ ഒമേഗ ആർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒമേഗ ആർ ആംഗുലർ വെലോസിറ്റി വെച്ചിട്ട് സ്റ്റേറ്ററിൻ്റെ ഫേസ് എയോട് റോട്ടറിൻ്റെ ഫേസ് എക്ക് ഉണ്ടാകുന്ന ഒരു ഫേസ് എന്താണ് ലീഡാണ് നമ്മുടെ തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അത് ലീഡ് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, തീറ്റ ഈസ് ഈക്വൽ ടു ഒമേഗ ആർ ടി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. വിത്ത് കോൺസ്റ്റൻറ്റ് സ്ലിപ്പിലാണെങ്കിൽ നമുക്ക് തീറ്റ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, തീറ്റ ഈസ് ഈക്വൽ ടു 1 - s ഇൻറ്റു ഒമേഗ എസ് ടി. അതായത് ഒമേഗ ആറിന് പകരം സ്ലിപ്പിൻ്റെ ടേംസിൽ എഴുതി, അതാണ് 1 - s ഒമേഗ എസ് ടി എന്ന് പറയുന്നത്. അതിനകത്ത് ഒമേഗ എസ് എന്താണ്, ആംഗുലർ വെലോസിറ്റി ഓഫ് സ്റ്റേറ്റർ ഫീൽഡാണ്. അപ്പോൾ നേരത്തെ ഒമേഗ ആർ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി ഓഫ് റോട്ടർ ഫീൽഡും ഒമേഗ എസ് എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി ഓഫ് സ്റ്റേറ്റർ സ്പീഡും. ഇനി നമ്മൾ മറ്റേ സിങ്ക്രണസ് മെഷീനിൽ കൺസിഡർ ചെയ്ത പോലെ തന്നെ സ്റ്റേറ്റർ വോൾട്ടേജ് ഇക്വേഷൻ എങ്ങനെയാണ്,
പി സൈ എ. ഇപ്പോൾ ഫേസ് എയുടെ കേസ് എടുക്കുകയാണെങ്കിൽ വി എ ഇസ് ഈക്വൽ ടു പി സൈ. പി എന്ന് പറയുന്നത് നമ്മൾ ഡി ബൈ ഡി ടി ആണ് നമ്മൾ പി ആയിട്ട് എടുക്കുന്നത്. പി സൈ എ പ്ലസ് ആർ എസ് ഇൻറ്റു ആർ എസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റർ റെസിസ്റ്റൻസ് ആർ എസ് ഇൻറ്റു ഐ എ. അതുപോലെ തന്നെ ബി വരുമ്പോൾ വി ബി ഇസ് ഈക്വൽ ടു പി സൈ ബി പ്ലസ് ആർ എസ് ഇൻറ്റു ഐ ബി. വി സി ഇസ് ഈക്വൽ ടു പി സൈ സി പ്ലസ് ആർ എസ് ഇൻറ്റു ഐ സി. ഇനി റോട്ടർ വോൾട്ടേജിൻ്റെ കേസ് വരുമ്പോഴും അതുപോലെ തന്നെയാണ് നമ്മൾ സ്റ്റേറ്ററിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതി അതുപോലെ തന്നെയാണ് റോട്ടറിൻ്റെ ചെയ്യുന്നത്. വി എ ഈസ് ഈക്വൽ ടു പി സൈ എ, അവിടെ ക്യാപിറ്റൽ എ വരുമെന്നേ ഉള്ളൂ. പിന്നെ പ്ലസ് ആർ ആർ എന്ന് പറയുന്നത് റോട്ടർ റെസിസ്റ്റൻസ്, റോട്ടറിൻ്റെ ഫേസ് റെസിസ്റ്റൻസ് ആണ് ആർ എന്ന് പറയുന്നത്, ഇൻറ്റു ഐ എ. അതുപോലെ വി ബി വരുമ്പം പി സൈ ബി പ്ലസ് ആർ ഐ ബി. വി സി എന്ന് പറയുന്നത് പി സൈ സി പ്ലസ് ആർ ഐ സി എന്ന് പറയും. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മൾ ഫ്ലക്സ് ലിങ്കേജ് ഇക്വേഷൻ എഴുതുന്നത്, അതായത് സിങ്ക്രണസ് മെഷീനിലും നമ്മൾ ഫ്ലക്സ് ലിങ്കേജ് ഇക്വേഷൻ എഴുതില്ല, റോട്ടറിനും എഴുതി സ്റ്റേറ്ററിനും എഴുതി. അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മളെന്താണ് സ്റ്റേറ്ററിൻ്റെ ഫ്ലക്സ് ലിങ്കേജ്, സ്റ്റേറ്റർ ഫ്ലക്സ് ലിങ്കേജ് വിത്ത് ഫേസ് എ വൈൻഡിങ്, ഫേസ് എയിലുള്ള ഫ്ലക്സ് ലിങ്കേജ് ആണ്. ഫേസ് എയിലുള്ള ഫ്ലക്സ് ലിങ്കേജ് വരുമ്പോൾ എന്ത് വരും? സൈ എ. ഇത് ഈ ഇക്വേഷനാണ്, സൈ എ ഇസ് ഈക്വൽ ടു എൽ എ എ. എൽ എ എ എന്ന് പറയുന്നത് സ്റ്റേറ്ററിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. എൽ എ എ ഐ എ പ്ലസ് എൽ എ ബി ഇൻറ്റു ഐ ബി പ്ലസ് ഐ സി. എൽ എ ബി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റർ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ്. ദെൻ എൽ എ ക്യാപിറ്റൽ എ. എൽ എ ക്യാപിറ്റൽ എ എന്ന് പറയുമ്പോൾ ഒന്ന് സ്റ്റേറ്റർ ഒന്ന് റോട്ടർ. സോ അതെന്തായിരിക്കും? സ്റ്റേറ്റർ റോട്ടർ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആയിരിക്കും. എൽ എ എ ഇൻറ്റു അവിടുത്തെ കറണ്ട്, എല്ലാ കറണ്ട് എന്താണ്? 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലായിരിക്കും. അതാണ് കോസ് തീറ്റയും കോസ് തീറ്റ പ്ലസ് 120 ആൻഡ് കോസ് തീറ്റ മൈനസ് 120. അത് നമ്മുടെ സ്റ്റേറ്ററിൻ്റെ കേസിൽ. അതുപോലെ തന്നെ ആണ് നമ്മുടെ ഇവിടെ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കേസിൽ റോട്ടറും വരുന്നത്. സൈ എ ഇസ് ഈക്വൽ ടു എന്ത് വരും? റോട്ടറിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഫസ്റ്റ് എൽ എ എ ഐ എ, ദെൻ റോട്ടറിൻ്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എൽ എ ബി ഇൻറ്റു ഐ ബി പ്ലസ് ഐ സി, ദെൻ സ്റ്റേറ്റർ റോട്ടർ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് എൽ എ എ. ദെൻ അവിടത്തെയും കറണ്ട് എന്താണ്? 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലായിരിക്കും. എൽ എ കോസ് തീറ്റ മൈനസ് 120 കോസ് തീറ്റ പ്ലസ് 120 ഡിഗ്രി. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇതും മറ്റേനെ പോലെ തന്നെ നമ്മൾ ഡി ക്യു സീറോയിൽ ഇക്വേഷൻസ് പറയുകയാണ്. ഇക്വേഷൻസ് ഡി ക്യു സീറോ കമ്പോണൻസിൽ പറയുമ്പം ഇത് ജസ്റ്റ് നമുക്ക് ഡെറിവേഷനും കാര്യങ്ങളൊന്നുമില്ല, ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ സ്റ്റേറ്റർ ഫ്ലക്സ് ലിങ്കേജ് എങ്ങനെയാണ്? ഡി ക്യൂവിൽ വരുമ്പോഴത്തേക്കും സൈ ഡി എസ് ഐ ക്യു എസ്. അപ്പം എൽ എസ് എസ് ഐ ഡി എസ് പ്ലസ് എൽ എം ഇൻറ്റു ഐ ഡി ആർ. അതുപോലെ സൈ ക്യു എസ് എന്ന് പറയുന്നത് എൽ എസ് എസ് ഐ ക്യു എസ് പ്ലസ് എൽ എം ഐ ക്യു ആർ. പിന്നെ റോട്ടറിൻ്റെ കേസ് വരുമ്പം എസ്, സ്റ്റേറ്ററിൻ്റെ സ്ഥാനത്ത് ആർ എസ് മാറിയിട്ട് ആറാവും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് നമ്മൾ മറ്റേ എന്താണ് ഡി ക്യു സീറോ നമ്മൾ സിങ്ക്രണസ് മെഷീൻ്റെ കേസിൽ ഡി ക്യു സീറോ കമ്പോണൻസ് എഴുതിയപ്പോൾ നമ്മൾ മെട്രിക്സ് ഫോമിൽ എഴുതിയില്ല. അപ്പം നമ്മുടെ ഇക്വേഷൻസിനെ മെട്രിക്സ് ഫോമിൽ കൺവേർട്ട് ചെയ്തിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിരിക്കുന്ന ഇക്വേഷനാണ്. അതാണ് നമ്മുടെ ഇവിടുത്തെ ഇക്വേഷൻ കണ്ടോ, എൽ എം ഈസ് ഈക്വൽ ടു 3/2 എൽ എ എ എന്ന് പറഞ്ഞ് കിടക്കുന്നത്. അപ്പം നമ്മൾ മെട്രിക്സ് ഫോമിൽ എഴുതിയപ്പോൾ 3/2 ഒരു കോൺസ്റ്റൻറ്റ് വന്നില്ലേ, അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഇക്വേഷനാണ് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതുപോലെ തന്നെ എന്താണ് സ്റ്റേറ്റർ വോൾട്ടേജും അതുപോലെ ഡി ക്യു സീറോ കമ്പോണൻസിൽ നമ്മൾ എഴുതും. വി ഡി എസും വി ക്യു എസും ആയിട്ട് എഴുതും. അതുപോലെ എന്ത് വരും? റോട്ടർ വോൾട്ടേജും വി ഡി ആർ വി ക്യു ആർ ടേംസിൽ നമ്മൾ എഴുതും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താണ്? പവർ വേണം, ഇൻസ്റ്റൻറ്റേനിയസ് പവർ എങ്ങനെ കണ്ടുപിടിക്കും? ഇൻസ്റ്റൻറ്റേനിയസ് പവർ ഈസ് ഈക്വൽ ടു 3 ഫേസിലുള്ള ഇൻസ്റ്റൻറ്റേനിയസ് പവർ. സ്റ്റേറ്ററിൻ്റെ കേസാണ് ഫസ്റ്റ്. പി എസ് ഈസ് ഈക്വൽ ടു വി എ ഐ എ പ്ലസ് വി ബി ഐ ബി പ്ലസ് വി സി ഐ സി എന്നുള്ള അതാണ് പവർ എന്ന് പറയുന്നത്. ദെൻ അത് ഡി ക്യു സീറോ കമ്പോണൻസിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് സീറോ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് 0 ആണ്. നമ്മൾ ബാലൻസ്ഡ് കണ്ടീഷനിൽ നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു. അവിടുത്തെ എന്താണ് ഐ സീറോ എന്ന് പറയുന്നത് 0 ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. അപ്പം ഇവിടെ ആ കമ്പോണൻറ്റ് അതുകൊണ്ടാണ് ഇല്ലാത്തത്. ദെൻ പി എസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 3/2 ഇൻറ്റു വി ഡി എസ് ഐ ഡി എസ് പ്ലസ് വി ക്യു എസ് ഐ ക്യു എസ്. ആ 3/2 എന്നുള്ളത് നമ്മൾ മറ്റേ മെട്രിക്സ് ഫോമിൽ ഡിഫൈൻ ചെയ്തപ്പോൾ ഉള്ള കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ടോർക്ക് ഇക്വേഷൻ ഉണ്ട്. ആ ടോർക്ക് ഇക്വേഷനാണ് ഈ കൊടുത്തേക്കുന്ന ടോർക്ക് ഇക്വേഷൻ. ടി ഈസ് ഈക്വൽ ടു 3/2 സൈ ക്യു ആർ ഐ ഡി ആർ മൈനസ് സൈ ഡി ആർ ഐ ക്യു ആർ പി എഫ് ബൈ 2. ഓക്കെ, ഇതാണ് നമ്മുടെ ടോർക്ക് ഇക്വേഷൻ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കേസിൽ നമ്മൾ ഇൻഡക്ഷൻ മോട്ടർ മോഡലിങ്ങിൽ വരുന്ന ഇക്വേഷൻസ്. അത് സിങ്ക്രണസ് മോട്ടറിനേക്കാളും കുറച്ചും കൂടി എളുപ്പമാണ്, കാരണം സിമെട്രിക്കൽ ആയതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പമാണ്. സ്റ്റേറ്റർ ആൻഡ് റോട്ടർ ഇക്വേഷൻസ് ഓൾമോസ്റ്റ് സെയിം ആണ്.
പിന്നെ അതിൻ്റെ ഡെറിവേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് ഇക്വേഷൻസ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ.